നമസ്കാരം. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ്. ജൂൺ 26 ലഹരി വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നൊരു ദിവസമാണ്. 1987 ഇപ്രകാരം ജൂൺ 26 ലഹരി വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുവാനായിട്ട് തുടങ്ങിയത്. എല്ലാ കാര്യത്തിനും ഓരോ ദിനമുള്ളതുപോലെ ലഹരി ഒഴിവാക്കുന്നതിനെക്കുറിച്ചും അതിൻ്റെ ദൂഷ്യവശങ്ങളും അതുമൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ഒക്കെ തിരിച്ചറിയാനും വിടുതൽ പ്രാപിക്കാനും ഒക്കെ പ്രേരിപ്പിക്കുന്ന, ഓർമ്മ തരുന്ന ഒരു ദിനം. അങ്ങനെ അത് കടന്നു പോയാൽ മാത്രം മതിയോ? ഇന്ന് രാവിലെയും കൂടെ ഒരമ്മ എന്നെ വിളിച്ചത്, രാവിലെ 4:30 മണിക്ക് മിസ്ഡ് കോൾ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു 8-9 മണിയായപ്പോൾ ഒന്ന് തിരിച്ചടിച്ച് അവർ തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞു, അവരുടെ കുടുംബത്തിലെ അവസ്ഥ, ഏക മകൻ ലഹരിക്ക് അടിപ്പെട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്ത് ലഹരിയാണ്? ഇല്ലാത്ത ലഹരിയൊന്നുമില്ല, എല്ലാത്തരം ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്നാണ് അറിവ്. പക്ഷേ ഞങ്ങളുടെ കൺമുമ്പിൽ കൊണ്ടുവന്നൊന്നും ചെയ്യുന്നില്ല, അതാണ് കുഴപ്പം. പക്ഷേ പണ്ടത്തെ ആളല്ല, പെരുമാറ്റങ്ങളിലും രീതികളിലും. ജോലിക്കൊന്നും പോകുന്നില്ല, നല്ലൊന്നാന്തരം ജോലിക്കാരനാണ്, അപ്പൻ്റെ കൂടെ ജോലിക്ക് പോയിരുന്നതാണ്. പക്ഷേ ഇങ്ങനെ ഒരു അഡിക്ഷനായി പിന്നെ എല്ലാത്തിനും എതിരാണ്. സ്വഭാവത്തിന് ഒരുപാട് മാറ്റം വന്നു, ഉത്തരവാദിത്വമില്ല, കൂട്ടുകെട്ടിൻ്റെ അമിത സ്വാധീനമാണ്, ഇങ്ങനെ പോക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത ദിവസം വന്ന് നേരിട്ട് കണ്ട് സംസാരിക്കാൻ ആഗ്രഹമുണ്ടത്രേ. കാരണം യൂട്യൂബിലൂടെ ഇതുപോലെയുള്ള പല വിഷമാവസ്ഥകളിലൂടെ കടന്നുപോയവരുടെയും അതിൽ നിന്ന് മാറ്റങ്ങൾ വന്നവരുടെ കാര്യങ്ങളൊക്കെ പ്രസംഗത്തിലൂടെ കേൾക്കാൻ, ബ്രദർ പറയുന്നത് കേൾക്കാൻ ഇടയായപ്പോൾ അവർക്കൊരു ചെറിയ സാന്ത്വനം ആ യൂട്യൂബ് വീഡിയോയിലൂടെ, ഏതൊരു വീഡിയോയിലൂടെ കേട്ടതനുസരിച്ചാണ് വിളിച്ചതെന്ന് പറഞ്ഞു. സുഭാഷിതങ്ങളുടെ പുസ്തകം 23-ാം അധ്യായം 20-21 വാക്യത്തിൽ പറയുന്നു, അമിതമായി വീഞ്ഞു കുടിക്കുകയും മാംസം ഭക്ഷിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ പെടരുത്. എന്തെന്നാൽ മദ്യപനും ഭോജനപ്രിയനും ദാരിദ്ര്യത്തിൽ അകപ്പെടും. മത്തുപിടിച്ച് മയങ്ങുന്നവന് കീറത്തുണി ഉടുക്കേണ്ടി വരും. കഴിഞ്ഞ അനേക വർഷങ്ങൾ മുമ്പ് ഞാനും എൻ്റെ ജീവിത പങ്കാളിയും ചേർന്ന് ഞങ്ങളുടെ ശുശ്രൂഷാ ജീവിതവുമായി ബന്ധപ്പെട്ട് 2 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു. ദൈവകൃപയാൽ പരിശുദ്ധാത്മാവെ നയിച്ചാലും എന്നാണ് ഒരു ഗ്രന്ഥം, പരിശുദ്ധാത്മാവെ നയിച്ചാലും. രണ്ടാമത്തേത് അത്ഭുതങ്ങളും താക്കോലും. അപ്പോൾ ഇതിൽ പരിശുദ്ധാത്മാവെ നയിച്ചാലും എന്ന ആ പുസ്തകത്തിൽ പ്രസിദ്ധീകരിക്കാനിടയായ ഒരു ലേഖനം ലഹരിയുടെ ചതിക്കുഴികൾ എന്നാണ്. അനേകരെ സ്വാധീനിക്കാനിടയായിട്ടുണ്ട് എന്നത് വായിച്ചവരും പങ്കുവച്ചവരും ഒക്കെ അറിയിക്കുകയുണ്ടായി. അപ്പോൾ ഇത് ഇന്ന് ഈ ലഹരി വിരുദ്ധ ദിനത്തിൽ ഇത് മറ്റനേകർക്ക് കൂടെ ഒരു ആശ്വാസമാകും, അല്ലെങ്കിൽ ഒരു മോട്ടിവേഷനാകും എന്ന് വിശ്വസിച്ച് ആ ലഹരിയുടെ ചതിക്കുഴികൾ എന്ന ലേഖനം കൂടെ ഇതോടൊപ്പം ഞാൻ ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ മത്തുപിടിച്ച് മയങ്ങുന്നവന് കീറത്തുണി ഉടുക്കേണ്ടി വരും. ഇന്ന് ചെറിയ ചെറിയ സാധനങ്ങളൊന്നുമല്ല, MDMഉം പിന്നെ അതുപോലെയുള്ള രാസലഹരി പോലെയുള്ള സാധനങ്ങളിലേക്കൊക്കെ ലഹരി ഉപയോഗിച്ച് എത്തിച്ചേർന്നിരിക്കുകയാണ്. ലഹരി പാനീയങ്ങളുടെ പിന്നാലെ ഓടാൻ വേണ്ടി അതിരാവിലെ ഉണരുകയും വീഞ്ഞു കുടിച്ച് മതിക്കാൻ വേണ്ടി ഉറങ്ങാതിരിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. ബൈബിളിൽ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 5-ാം അധ്യായം 11-ാമത്തെ വാക്യം, അവർക്ക് ഉറക്കവുമില്ല, പിന്നെ എപ്പോഴാണ് ഉണരുന്നത് എപ്പോഴാണ് ഉറങ്ങുന്നതെന്നൊന്നും പറയാനായിട്ട് പറ്റത്തില്ല. അവർ ഉറങ്ങിയാലും ഉണർന്നാലും അവർക്ക് സ്വൈര്യക്കേട്, മറ്റുള്ളവർക്ക് അതിനേക്കാൾ വലിയ സമാധാനക്കേട്. ക്യാൻസർ രോഗിയായ 29 വയസ്സുള്ള ഒരു മകന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആ വീട്ടുകാർ വിളിച്ചതനുസരിച്ച് ഞാൻ ചെന്നതാണ്. അമ്മ ഹൃദ്രോഗിയാണ്. കെട്ടിച്ചുവിട്ട പെങ്ങൾ ഇതാ സാമ്പത്തിക പ്രശ്നങ്ങളുടെ പേരിൽ കുട്ടികളുമായിട്ട് തിരിച്ചു വന്ന് നിൽക്കുന്ന അവസ്ഥകൾ. അവിടെയും ഈ കുട്ടിക്കും അവൻ്റെ പെങ്ങൾക്കും ദുഃഖദുരിതങ്ങളാണ്. അപ്പോൾ ഈ 29 വയസ്സുകാരൻ ലഹരി വസ്തുക്കൾ മാത്രം, മദ്യം, പുകവലി, ഹാൻസ്, പാൻ മസാല എല്ലാം ഉപയോഗിച്ചിരുന്നു. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടണമെന്ന് പോലും, ഇതെല്ലാം നിരോധിച്ച സാധനങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഇവർക്ക് ഇതൊക്കെ കിട്ടും. അതിൽ നിന്നുണ്ടായ രോഗമാണെന്നും, ഇങ്ങനെ കട്ടിലിൽ കിടന്ന് കീറി ദ്രവിച്ച് ചുവന്ന കവിൾ, അവൻ്റെ മുഖത്തെ മാസ്ക് മാറ്റി കാണിച്ചു, ഒറ്റ നോട്ടോ നോക്കിയുള്ളു. കാരണം വല്ലാത്തൊരു അവസ്ഥയിൽ വിണ്ട് കീറി പൊളിഞ്ഞിരിക്കുന്ന അവസ്ഥ. വൈദ്യശാസ്ത്രം കൈയൊഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്. ദൈവമേ, ആർക്കും ഇതുപോലെ സംഭവിക്കരുത് എന്ന് ഉള്ളിൽ പ്രാർത്ഥിച്ചു പോയി.
പക്ഷേ ഇപ്പോൾ ഇവന് രക്ഷപ്പെടണമെന്നും മാറണമെന്നും സുഖപ്പെടണമെന്നും ഒക്കെ ആഗ്രഹമുണ്ട്. ഒരുപാട് വൈകിപ്പോയി. ഈ കവിളിൻ്റെ ആ വിണ്ട് കീറിയിരിക്കുന്ന അതിലൂടെ വായ തുറക്കാൻ വയ്യ, കഠിനമായ വേദന. അതിലൂടെ സ്ട്രോ വെച്ചിട്ടാണ് ജ്യൂസ് അടിച്ച് ഭക്ഷണമൊക്കെ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവൻ്റെ അമ്മേനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങളൊക്കെ മിണ്ടാതിരുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നല്ലവണ്ണം ജോലിയെടുത്ത് കുടുംബമൊക്കെ നോക്കുന്നുണ്ടായിരുന്നു, നമുക്കൊരു കുറവും വരുത്തണില്ല, പിന്നെ ഇനി അവനെക്കൂടി വെറുതെ തല്ലുപിടിക്കാൻ പോകണ്ടല്ല എന്നോർത്ത് മിണ്ടാറില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇപ്പോൾ പഴയ കൂട്ടുകാരൊക്കെ വരുന്നുണ്ടോ? ഒരാളും തിരിഞ്ഞു നോക്കുന്നില്ല. ആരും ഒരു സഹായം പോലും ചികിത്സക്ക് പോലും ഒരു വശത്തൊന്നും കിട്ടാത്ത അവസ്ഥ, എല്ലാവരാലും വെറുക്കപ്പെടുന്ന അവസ്ഥ. അപ്പോൾ അയൽവക്കക്കാർക്കും എല്ലാവർക്കും ഒരു അധികപ്പറ്റ് പോലെയാണ്. സുഖിച്ചതല്ലേ, ഇനി അനുഭവിക്കട്ടെ എന്ന് പറയും. ആരെയും വകവെച്ചില്ല. അപ്പോൾ വചനത്തിൽ പറയുന്നൊരു കാര്യം ഇപ്രകാരമാണ്, അവിടെ ആഹ്ലാദ തിമിർപ്പ്, കാളകളെയും ആടുകളെയും കൊല്ലുന്നു, അവിടെ ഇറച്ചി തീറ്റയും വീഞ്ഞുകൊടിയും നമുക്ക് തിന്നു കുടിച്ചും മതിക്കാം, നാളെ നമ്മൾ മരിക്കും എന്ന് അവർ പറയുന്നു. സൈന്യങ്ങളുടെ കർത്താവ് എൻ്റെ കാതിൽ മന്ത്രിച്ചു, നീ മരിക്കുന്നതുവരെ ഈ അകൃത്യം ക്ഷമിക്കപ്പെടുകയില്ല. സൈന്യങ്ങളുടെ കർത്താവാണ് ഇത് അരുളി ചെയ്തിരിക്കുന്നത്. പ്രഭാഷകൻ 19:11 പറയുന്നുണ്ട്, മദ്യപനായ തൊഴിലാളി ഒരിക്കലും ധനവാനാവുകയില്ല എന്ന്. അപ്പോൾ തിരുവചനത്തിലുടനീളം ഇപ്രകാരമുള്ള മുന്നറിയിപ്പുകളെല്ലാം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മുൻപുണ്ടായിരുന്ന ഇടവക വികാരി പറഞ്ഞതനുസരിച്ച്, എൻ്റെ സ്നേഹിതനായ ഒരു വൈദികൻ പറഞ്ഞതനുസരിച്ച്, ഒരു ഭവനത്തിലേക്ക് ചെന്നപ്പോൾ അവിടെ ആ വീട്ടിലെ കാർന്നവർ പറഞ്ഞ ഇതാണ്, എൻ്റെ മദ്യപാനം വികാരി വിട്ടാലും കൊള്ളാം, ആര് വിട്ടാലും കൊള്ളാം, അതേൽ മാത്രം തൊട്ട് കളിക്കണ്ട, അത് വിട്ടുള്ള ഏത് കാര്യവും സംസാരിച്ചാൽ മതി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും പറഞ്ഞ ഇതാണ്, അമ്മയും പറഞ്ഞ ഇതാണ്, ഈ അപ്പച്ചൻ കുടിക്കുന്നതാണ് ഇവിടുത്തെ എല്ലാ പ്രശ്നത്തിൻ്റെയും കാരണം. കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓർമ്മയില്ല എന്താ കാണിക്കുന്നത്, എന്താ പറയുന്നത്, എന്താ ചെയ്യുന്നതെന്ന്. അപ്പോൾ അത് വിട്ടാൽ മാത്രം ഈ കുടുംബം രക്ഷപ്പെടുകയുള്ളൂ എന്ന്. അപ്പോൾ ഇയാൾ ബൈബിളിൽ കുടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും കർത്താവ് വെള്ളം വീഞ്ഞാക്കിയെന്നുമായി അക്കടെ വാദം. ഞങ്ങൾ ചെയ്യുന്ന പണിക്ക് ഇതില്ലാതെ പറ്റുകയില്ലെന്നെല്ലാം തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. കുടുംബത്തിലെ നിരന്തര കലഹവും അപ്പൻ്റെ മദ്യപാനവും മാനസികമായ രോഗിയായിട്ടുള്ള ഒരു മകനുണ്ട്. അവനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇയാൾ പറഞ്ഞ ഇതാണ്, അയൽക്കാർ മന്ത്രവാദം ചെയ്ത് രോഗിയാക്കിയത്. അതായത് ഇയാൾക്കും അവനും ആൽക്കഹോളിസം മാത്രമല്ല, ഒരു ഹലൂസിനേഷൻ എന്ന് പറഞ്ഞാൽ മദ്യപാനികളുടെ ലഹരിയെ ഉപയോഗിക്കുന്നവരുടെ തലമുറകൾക്ക് പോലും അതായത് സയൻസിൽ നമ്മൾ പഠിക്കുന്നുണ്ട്, ജീനുകൾ, മാതാപിതാക്കളുടെ സ്വഭാവ സവിശേഷതകൾ സന്താനങ്ങളിലേക്ക് പകരുന്ന ഘടകങ്ങളായ ജീനുകൾ. അപ്പം നല്ലതായാലും ചീത്തയായാലും നമ്മൾ നല്ല സ്വഭാവമാണെങ്കിൽ അത് നല്ല കാര്യങ്ങൾ, ചീത്ത കാര്യമാണെങ്കിൽ ചീത്ത കാര്യങ്ങൾ തലമുറകളിലേക്ക് കടന്നു വരും. യേശു മദ്യപിക്കാൻ പറഞ്ഞിട്ടില്ല. ലൂക്ക 21:34 പറയുന്നുണ്ട്, സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത ഇവ മൂലം ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ദുർബലമാവുകയും നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്ന് വീഴുകയും ചെയ്യാതിരിക്കുകയും ശ്രദ്ധിക്കുവിൻ. അപ്പോൾ ആരാ കെണിയിൽ വീഴുന്നത്? എനിക്ക് പല പല സംഭവങ്ങളറിയാം. സ്വന്തം വീട് വിറ്റിട്ട് അവസാനം ഒരു വാടകപ്പുര എടുക്കാൻ പോലും കാശില്ലാത്ത രീതിയിൽ കിട്ടിയത് മുഴുവൻ കുടിച്ച് നശിപ്പിച്ച്. പക്ഷേ സുബോധം വന്ന് മാറ്റം വന്നപ്പോഴേക്കും അവസാനം ഒരു നയാ പൈസ ബാക്കിയില്ല. പുറകെ ആരോ ഓടിച്ചിടുന്നു, ആരൊക്കെ പിടിക്കാൻ വരുന്നു. അങ്ങനത്തെ അവസ്ഥയിൽ സംസാരിക്കാനും പ്രാർത്ഥിക്കാനും കൊണ്ടുവന്നതാണ്. പക്ഷെ അപ്പോഴേക്കും പണമെല്ലാം തീർത്തിരുന്നു. ബാറിലിരുന്ന് വരെയും കുടിച്ചിട്ട് അവിടെ വരുന്നവർക്ക് മേടിച്ചു കൊടുക്കുകയും പൈസയായിട്ട് വിതരണം ചെയ്യുകയും ചെയ്തു. ആരോ പറഞ്ഞതനുസരിച്ച് പോലീസ് വന്ന് പിടിച്ചുകൊണ്ട് പോയപ്പോഴേക്കും പൈസ എല്ലാം എത്തേണ്ടിടത്ത് എത്തി, പോകേണ്ടിടത്ത് പോയി. ഏശയ്യാപ്രവചനം 5:20 പറയുന്നുണ്ട്, തിന്മയെ നന്മയെന്നും നന്മയെ തിന്മയെന്നും വിളിക്കുന്നവന് ദുരിതം. പ്രകാശത്തെ അന്ധകാരമെന്നും അന്ധകാരത്തെ പ്രകാശമെന്നും ഗണിക്കുന്നവന് ദുരിതം. മധുരത്തെ കയ്പായും കയ്പിനെ മധുരമായും കരുതുന്നവന് ദുരിതം. അപ്പോൾ പലരും ഒരു രസത്തിനും തമാശക്കും അല്ലെങ്കിൽ ഫംഗ്ഷന് വേണ്ടി, കൂട്ടിന് വേണ്ടി, പിന്നെ ജനനം വന്ന, മരണം വന്ന, മാമോദീസ വന്ന, കല്യാണം വന്ന, ജോലി കിട്ടിയ, ജോലി പോയ, ദുഃഖത്തിനും സന്തോഷത്തിനും എല്ലാം ഇത് തന്നെയായി. അവസാനം അഡിക്ഷനായി. മദ്യമായാലും ലഹരി പദാർത്ഥമായാലും പുകവലി ആയാലും ചെയിൻ സ്മോക്കർമാരെയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ
പുകയിലേക്ക് ഉപയോഗിക്കുന്നവരുടെ ബാത്റൂം പോലും മറ്റുള്ളവർ ഉപയോഗിക്കരുതെന്ന്. കാരണം ഈ പാസീവ് സ്മോക്കിംഗ് അല്ലെങ്കിൽ അവരുപയോഗിച്ച ബാത്റൂമോ ടോയ്ലറ്റോ ഒക്കെ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അവരെക്കാൾ വലിയ കേടാണ് ഈ ലഹരികൾ ഉപയോഗിക്കുന്നവരുടെ ആ കുടുംബങ്ങളിലുള്ളവർക്ക് വരുന്ന ദൂഷ്യഫലങ്ങൾ. 2 പെൺകുഞ്ഞുങ്ങളുള്ള വിധവയായ ഒരു സ്ത്രീ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നോട് പറഞ്ഞ കാര്യം ഇതാണ്. ഭർത്താവ് മദ്യപാനവും പുകവലിയും മൂലം ശ്വാസകോശത്തിൽ ക്യാൻസർ പിടിപെട്ട് മെഡിക്കൽ കോളേജിൽ കിടന്ന് കൈയൊഴിഞ്ഞ് പണിതീരാത്ത വീട്ടിൽ കിടക്കുമ്പോൾ മരിച്ച ദിവസം അവരെയും കുഞ്ഞുങ്ങളെയും ഇത് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഞാൻ വരെയും എൻ്റെ കണ്ണ് നനഞ്ഞുപോയി. കുഞ്ഞുങ്ങളെയും ഭാര്യനെയും ഇയാൾ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയി രക്ഷപ്പെടുത്ത്, ഞാൻ ഇനി ഇതൊന്നും ഉപയോഗിക്കില്ല, പൊന്നുപോലെ നിങ്ങളെ നോക്കിക്കോളാമെന്ന് പറഞ്ഞ അവസ്ഥകൾ. പക്ഷേ ആ വിധവയായ സ്ത്രീ ഇന്ന് അത് അയാളുടെ അന്ത്യദിനമായിരുന്നു. അപ്പോൾ ജീവിക്കണം രക്ഷപ്പെടണം എന്നുള്ള അമിതമായ ചിന്ത. ആ സ്ത്രീ ആ 2 കുഞ്ഞുങ്ങളുമായിട്ട് ആ വിധവ ഇന്ന് ജീവിതത്തോട് മല്ലിടുന്ന അവസ്ഥ. ഇല്ലാഞ്ഞിട്ടല്ല, ഉണ്ടായത് മുഴുവൻ ആരുണ്ട് ചോദിക്കാൻ, എനിക്കിഷ്ടമുള്ള പോലെ ചെയ്യും, അങ്ങനെയുള്ള അഹങ്കാരത്തോടെയുള്ള ജൽപ്പന്നങ്ങൾ. അപ്പോൾ ജീവിതം പൊലിഞ്ഞുപോയ ആ മനുഷ്യൻ്റെ അവസ്ഥ. ആത്മീയരെന്ന് വിചാരിക്കുന്ന അനേകരെ പോലെയും മദ്യവും ലഹരി പദാർത്ഥങ്ങളുടെയും മേലയിൽ പിശാച് തന്ത്രപൂർവം വീഴ്ത്തിക്കളയാറുണ്ട്. ഒരു സഹോദരൻ പറഞ്ഞത് ഓർക്കുകയാണ്, നമുക്കും മദ്യം കുടിക്കാം, നമ്മളെ മദ്യം കുടിക്കാതിരുന്നാൽ മതിയെന്ന്. ആണുങ്ങളായാൽ അല്പം കുടിക്കുകയും വലിക്കുകയും ചെയ്തതിന് പിന്നെ എന്ത് എന്ന ചോദ്യം. ആണാകാനുള്ള ലക്ഷണമായിട്ട് അയാൾ കണ്ടിരിക്കുന്നത് ആരുടെയോ തെറ്റായ റോൾ മോഡൽ എടുത്തിരിക്കുക. ചിലപ്പോൾ മദ്യപാനിയായ അപ്പനോ കൊച്ചാപ്പനോ വല്യപ്പനോ ആരും ആട്ടെ, ഇതൊക്കെ ആയിരിക്കാം ഉപബോധ മനസ്സിൽ കിടക്കുന്നത്. അതുകൊണ്ടാണ് അവർ ആണായതാണെന്നാണ് ഇയാളുടെ തെറ്റായ ധാരണ. അതുകൊണ്ട് ഇയാളും കുടിക്കുന്നുവെന്ന്. അപ്പോൾ അടിസ്ഥാനമില്ലാത്ത ഇത്തരം ബന്ധനങ്ങളിൽ ഈ കുടിക്കാത്തവൻ കുടിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളായി. തെറ്റല്ല എന്ന് പറഞ്ഞ് കണ്ണടച്ച് ഇരുട്ടാക്കാൻ നോക്കിയാൽ ഇരുട്ടാവുമോ? ഒരിക്കലും ആകത്തില്ല. ഇനി കുടിക്കാത്തവർ കുടിക്കാൻ തുടങ്ങുമ്പോൾ ഭയങ്കര കെട്ടിപ്പിടുത്തം, സ്നേഹപ്രകടനം, നൃത്തം, പാട്ട്, ചുംബനം, ഇതൊക്കെ കണ്ട് വീട്ടിലുള്ളവരൊക്കെ വിചാരിക്കും ഇത് തന്നെ ലോകമെന്ന് വിചാരിക്കും. അവർ പലരും ഇങ്ങനെ കൂട്ടത്തിൽ കൂടുന്നവരുണ്ട്. പക്ഷേ അവസാനം സർപ്പത്തെ പോലെ ചീറ്റാനും സിംഹത്തെ പോലെ അലറാനും ഉപദ്രവിക്കാനും കൊള്ളരുതായ്മകളൊക്കെ ചെയ്യാനും തുടങ്ങും. എനിക്കറിയാം, പത്രത്തിലൊക്കെ വന്നൊരു സംഭവമാണ്. എൻ്റെ അടുത്ത് നേരിട്ട് വന്നിട്ടുണ്ട്. ജയിലിൽ നിന്ന് വന്നപ്പോൾ അയാളെയും കൊണ്ട് വന്നു. കാരണം മദ്യലഹരിയിൽ വീട്ടിൽ 75 വയസ്സുള്ള അമ്മാമ്മ കട്ടിലിൽ കിടക്കുന്ന കണ്ടപ്പോൾ വീട്ടിൽ ആരും ഇല്ലാഞ്ഞ സമയമാണ്. അമ്മാമ്മയായിട്ടല്ല തോന്നിയത്, ഏതോ ഒരു സുന്ദരിയായിട്ടുള്ള പെണ്ണ് കിടക്കുന്നതാണ്. സ്വന്തം അമ്മാമ്മയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. അയാൾ എന്നോട് പറഞ്ഞത്, ഒരിക്കലും ഞാൻ അങ്ങനത്തെ വൃത്തികേട് കാണിക്കുമോ ബ്രദറെ? പക്ഷേ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. അതായത് അവൻ്റെ സെല്ലൊക്കെ വീക്കായിപ്പോയി. ഏതോ ഒരു സുന്ദരി പെണ്ണ് കിടക്കുന്നതായിട്ടാണ് തോന്നിയത്. പാവം മൃതപ്രമായി കിടന്നിരുന്ന അമ്മാമ്മയെ ഒരു പോക്കാക്കി കരച്ചിലും ബഹളവും കേട്ട് നാട്ടുകാർ ഓടിക്കൂടി രക്ഷപ്പെടുത്തിയ അവസ്ഥ. പക്ഷേ പോലീസ് വന്ന് ഇവനെ കൊണ്ടുപോയി റിമാൻഡൊക്കെ ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് ഈ സർപ്പത്തെ പോലെ ചീറ്റാനും സിംഹത്തെ പോലെ അലറാനും ഉപദ്രവിക്കാനും വകതിരായ്മ എല്ലാം കാണിക്കാനും എല്ലാം തുടങ്ങും. സുഭാഷിതം 23:32 പറയുന്നുണ്ട്. അവസാനം അത് പാമ്പിനെ പോലെ കടിക്കുകയും അണലിയെ പോലെ കൊത്തുകയും ചെയ്യും. ഇത് കേട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ സ്കിപ്പ് ചെയ്ത് പോയേക്കാം. ഇങ്ങനെയുള്ളവർക്ക് ഇത് കേൾക്കുമ്പോൾ അലർജി ആയിരിക്കാം. പക്ഷേ ഇത് കേൾക്കുന്നത് അങ്ങനെയുള്ളവരുടെ വീട്ടിൽ താമസിക്കുന്നവരോ അല്ലെങ്കിൽ ഇതിനോടൊന്നും ഒരു താല്പര്യം ഇല്ലാത്തവരാണെങ്കിലും നമ്മളിൽ കൂടെ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ തങ്ങി നിന്ന് അതവിടെ പ്രവർത്തിച്ചോളും. കാരണം എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളോട്, ഈ ശീലങ്ങൾ, ഈ ലഹരിയുടെ ഇതിനെല്ലാം എൻ്റെ അപ്പം ഉണ്ടാക്കി കുടിച്ചിരുന്ന കാലഘട്ടത്തിലും ഭയങ്കര എതിരും ഭയങ്കര ഇഷ്ടകേടുമായിരുന്നു. പക്ഷേ എല്ലാം തകർന്ന് തരിപ്പണായി ചോരയൊക്കെ ഛർദ്ദിച്ച് കിടക്കുന്ന അവസ്ഥയിൽ മദ്യമില്ലാതെ പറ്റത്തില്ല. കാരണം അതിൻ്റെ ഭയങ്കര വിഡ്രോവൽ സിംറ്റംസ് എല്ലാം കാണിച്ചുകൊണ്ടിരുന്നു. കുടിച്ചില്ലെങ്കിൽ എടുത്ത് കൊടുത്തു പോകും കയ്യിൽ. അതുപോലത്തെ ഭ്രാന്ത് പോലെ കാണിക്കുന്ന അവസ്ഥയായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ കൃപയാൽ, ഈ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ പിന്നീട് 15 വർഷം ഇതൊന്നുമില്ലാതെ ഇതിൽ പെട്ടുപോയ അനേകരെ ബോധവൽക്കരണം നടത്താനും അവരുടെ വിടുതൽ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ച ഒരു അപ്പച്ചനെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ തങ്കമണി എന്നൊരു അമ്മ
മദ്യപാനിയായ മകൻ്റെ ഉപദ്രവങ്ങൾ സഹിക്കാതെ മകനെ കോടാലി കൊണ്ട് വെട്ടിക്കൊന്നു. പത്രത്തിൽ വന്ന ഒരു വാർത്തയാണ്. ഒരമ്മ ഒരു മോനെ കോടാലി കൊണ്ട് വെട്ടിക്കൊല്ലോ. ഇന്നാ നാളെ എന്തോരമെന്ന് വെച്ചാൽ സഹിക്കുന്നത്. ആർക്കും ഒരു ദുഷ്പ്രേരണ ഒരിക്കലും ഇങ്ങനത്തെ കാര്യങ്ങളാകരുത്. അവർ നല്ലവരാണ്, അവരുടെ ഉള്ളിൽ നല്ല കാര്യങ്ങളുണ്ട്. നമ്മളും കൂടെ അവരെ ഉപേക്ഷിക്കരുത്. ഇന്ന് ഡി അഡിക്ഷൻ സെൻറ്ററുകളൊക്കെ ധാരാളം ഉണ്ട്. ഒന്ന് ഓർത്ത് നോക്കിക്കോ, എല്ലാ ലഹരി ചികിത്സാ കേന്ദ്രങ്ങളും മാനസിക രോഗ ആശുപത്രികളുമായിട്ടാണ് ബന്ധപ്പെടുന്നത്. നിങ്ങൾ എന്തെല്ലാം ന്യായീകരണം പറഞ്ഞാലും ശരി, മദ്യപാനി അല്ലെങ്കിൽ ലഹരികൾ ഉപയോഗിക്കുന്നവർ, പുകവലിക്ക് അടിപ്പെട്ട അവർ മാനസിക നില തകരാറിലായവരാണ്. അതുകൊണ്ടാണ് ഡി അഡിക്ഷൻ സെൻറ്റർ, സൈക്കാട്രിസ്റ്റ്, സൈക്കോളജിസ്റ്റ് ഇവരൊക്കെയാണ് ഇങ്ങനെയുള്ളവരെ ചികിത്സിക്കുന്നത്. അതുകൊണ്ട് ഒരു മാനസിക രോഗിയായി, ഒരു തീരാ രോഗിയായി സമനില തെറ്റി ജീവിക്കണം. ഇപ്പം തന്നെ പാദത്തിന് മുന്നോട്ട് പോകാൻ പറ്റാത്ത, എത്ര കിട്ടിയാലും തികയാത്ത അവസ്ഥയാണ്. അപ്പോൾ 50 മുതൽ 60% വരെ മദ്യാസക്തിയുടെ സ്വാധീനം പാരമ്പര്യവും 40 മുതൽ 50% വരെ സാഹചര്യങ്ങളാണ്. അതായത് തെറ്റായ കൂട്ടുകെട്ടുകൾ, ഇങ്ങനെയുള്ളവ ഉപയോഗിക്കുന്ന ആളുകളുടെ അടുത്ത്, വിളമ്പുന്നിടത്തൊക്കെ എത്തി നോക്കാനോ കാണാനോ പോയിരിക്കാനോ കറി തിന്നാനോ, അങ്ങനെ പറയും, കറി തിന്നാൻ ഷാപ്പിൽ പോയി എന്ന് പറയും. അവസാനം തലവെക്കാൻ പറ്റാത്ത അവസ്ഥയാകും. നല്ല നല്ല കുടുംബങ്ങളിൽപ്പെട്ടവർ, ഞാൻ ആലുവ സബ് ജയിലിൽ പലതവണ സന്ദർശിക്കുകയും ശുശ്രൂഷ ചെയ്യാൻ ദൈവം എനിക്ക് അവസരങ്ങൾ തന്നിട്ടുണ്ട്. നല്ല നല്ല മിടുമിടുക്കന്മാർ. പക്ഷേ സാറേ പറ്റിപ്പോയി, പണ്ട് നിങ്ങളെപ്പോലെയുള്ളവരൊക്കെ സംസാരിക്കുമ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ അലർജി ആയിരുന്നു, അല്ലെങ്കിൽ തട്ടിക്കയറും, അല്ലെങ്കിൽ ആരുണ്ട് ചോദിക്കാനെന്ന് പറഞ്ഞ് എനിക്കിഷ്ടമുള്ള പോലെ ചെയ്യും. ഇപ്പം നാളുകളായിട്ട് ജയിലിൽ കിടക്കുകയാണ്. കാരണം ലഹരിയുടെ പുറത്ത് കാണിച്ചത് ഓർമ്മയില്ല, പറ്റിപ്പോയി, ചെയ്തു പോയി. പ്രധാന വില്ലൻ ലഹരിയാണ്, മദ്യമാണ്, അല്ലെങ്കിൽ കഞ്ചാവാണ്, അല്ലെങ്കിൽ MDMA ആണ്, രാസലഹരിയാണ്. പക്ഷേ വിട്ട പ്രവർത്തികൾ ചെയ്തു പോയി ലഹരിയുടെ പുറത്ത്. അപ്പോൾ ചിലപ്പോൾ സ്വന്തം വീട്ടിലുള്ളവരെ ഉപദ്രവിച്ചതോ കൊന്നതോ അങ്ങനെ പല അവസ്ഥകളും. ഇതിൻ്റെ കാശ് തികയാഞ്ഞ് ലഹരി കച്ചവടങ്ങൾക്ക് പോയതോ, 18 വയസ്സായ നല്ല സുന്ദരൻ മിടുമിടുക്കൻ ചെറുപ്പക്കാരൊക്കെ കിടക്കുന്നത് ദയനീയമായ അവസ്ഥയിൽ കണ്ടിട്ട് വന്നത് ഓർക്കുകയാണ്. സാറേ ഒരു നിമിഷം കൊണ്ട് പറ്റിപ്പോയതാണെന്ന് പറഞ്ഞ് ഇനി നീന്തി കയറാനും പറ്റാത്ത അവസ്ഥകൾ, അല്ലെങ്കിൽ ആ ശിക്ഷ മുഴുവൻ അനുഭവിച്ച് തീരുമ്പോൾ ഇനി വർഷങ്ങളാകും. അപ്പോൾ ഈ ആത്മഹത്യയും കുടുംബ പ്രശ്നങ്ങളും റോഡപകടങ്ങളും ബലാത്സംഗങ്ങൾ, കൊലപാതകങ്ങൾ, ഇങ്ങനെയുള്ള കേസുകൾ പലതും പരിശോധിച്ചാൽ അതിൽ 50%-വും അതിലധികവും ലഹരിയുടെ ഉപയോഗം, ലഹരിയിലോ മയക്കുമരുന്നിലോ ഇരുന്ന സമയത്ത് പറ്റിപ്പോയവയാണ് എന്ന് ഇതിൻ്റെ കണക്കുകൾ പരിശോധിച്ചാൽ മനസ്സിലാകും. നമ്മൾ പേപ്പറും ന്യൂസിലൂടെയും സോഷ്യൽ മീഡിയയിലൊക്കെ വായിക്കുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പലതും അതിൽ എഴുതിയിട്ടില്ല. പക്ഷേ പ്രധാന വില്ലൻ ഈ ലഹരിയുടെ ചതിക്കുഴികൾ, അല്ലെങ്കിൽ ലഹരിയുടെ പുറത്ത് പറ്റിപ്പോയ അബദ്ധങ്ങളാണ്. അപ്പോൾ 2 കൊലപാതകങ്ങൾ ചെയ്ത് ശിക്ഷ അനുഭവിച്ച വ്യക്തിയുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പങ്കുവച്ച ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ്. അത് രണ്ടും മദ്യത്തിൻ്റെ ലഹരിയിൽ സംഭവിച്ചതാണ്. പല കുറ്റകൃത്യങ്ങൾക്കും ജയിലിൽ അടക്കപ്പെട്ടവരോടും അടച്ചിട്ട് പുറത്ത് വന്നവരോടൊക്കെ സംസാരിക്കാൻ ഒരുപാട് അവസരങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ പറഞ്ഞ കാര്യമാണ്, അന്നേരം ബോധമില്ലല്ലോ, തലക്ക് പ്രാന്തല്ലേ, ജയിലെങ്കിൽ ജയിൽ, അല്ലെങ്കിൽ വരുന്നതുപോലെ വരട്ടെ. പക്ഷേ ലഹരി കെട്ടടങ്ങി കഴിഞ്ഞപ്പോൾ ചെയ്തു കൂട്ടിയ, അല്ലെങ്കിൽ മറ്റുള്ളവർക്കും നമുക്കും വരുത്തിയ വീഴ്ചകൾ ഒരിക്കലും പരിഹരിക്കപ്പെടാൻ പറ്റാത്തതാണെന്നുള്ള കുറ്റബോധത്താൽ നീറുന്ന അവസ്ഥകളും ഇങ്ങനെ പലരെയും കണ്ടുമുട്ടാറുണ്ട്. ആത്മഹത്യയുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെയും പ്രധാന വില്ലൻ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങൾ, നമ്മുടെ പ്രധാന തിരുനാളുകളെല്ലാം നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മദ്യ വിൽപ്പന ബിവറേജസിലായാലും ബാറിലായിട്ടും നടക്കുന്നത്. ഇതാ ഒരു മാമോദിസ പരിപാടിയൊക്കെ നടക്കുമ്പോൾ ആഘോഷത്തേക്കാൾ കൂടുതൽ ചിലവാക്കുന്നത് എന്തിനു വേണ്ടിയാണ്? മദ്യത്തിനു വേണ്ടിയാണ്. പെണ്ണിനെ കെട്ടിക്കാൻ നിവൃത്തിയില്ലാതെ കിടന്ന ഒരു കുടുംബത്തിന് ഞങ്ങൾ വിൻസെൻ്റ് പോൾ വഴി ഇല്ലാത്ത പൈസ സംഘടിപ്പിച്ചൊരു നല്ല തുക സഹായമായിട്ട് കൊടുത്തപ്പോൾ തൊട്ടരികില വിൻസെൻ്റ് പ്രവർത്തകൻ സങ്കടത്തോടെ അടുത്ത മീറ്റിങ്ങിൽ പറഞ്ഞ ഇതാണ്, വിൻസെൻ്റ് പോൾ വഴി ഇത്രയും രൂപ കിട്ടിയെന്നും പറഞ്ഞിട്ട് അതിൽ നല്ലൊരു ശതമാനം ഈ മദ്യത്തിന് വേണ്ടി അവർ വിനിയോഗിച്ചു. വെറുതെ കിട്ടിയ പൈസ പോലെ കല്യാണം കഴിപ്പിക്കാൻ ചിലവുകൾക്ക് വേണ്ടി അങ്ങേയറ്റം കരിഞ്ഞുണങ്ങിയ അവസ്ഥ അറിഞ്ഞപ്പോഴാണ് തീരെ ഗതിയില്ല കുടുംബത്തിന് സഹായം ചെയ്തത്. പക്ഷേ അപ്പോൾ ഇങ്ങനെ കിട്ടിയെന്നും പറഞ്ഞിട്ട് ദൈവം തന്നതാണെന്നും പറഞ്ഞ് അത് ഭൂരിഭാഗം അവർ മദ്യത്തിൽ കലക്കിക്കളഞ്ഞെന്ന് പറയുകയാണ്. അപ്പോൾ ആരും ഒരു പിച്ച പോലും കൊടുക്കാനായിട്ട് ഇങ്ങനെയുള്ള
മദ്യത്തിൽ അല്ലെങ്കിൽ ലഹരി വസ്തുക്കളിൽ പറയുമ്പോൾ പറയും ആരും മന്നില്ല, ആരും തന്നില്ല, ഓ മനുഷ്യരൊക്കെ എന്താണെന്ന് പറയും. അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കരുതെന്ന് വചനത്തിൽ പറയുന്നുണ്ട്. അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുതെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള പല കുഴപ്പങ്ങളും ഉണ്ടാവുന്നത് ആണായാലും പെണ്ണായാലും ഇങ്ങനെയുള്ള ലഹരികളുടെ ചതിക്കുഴികളിൽ പെടുമ്പോഴാണ്. ഇന്ന് സ്ത്രീകളുടെ ഇടയിലും ഇതിൻ്റെ എല്ലാം ഉപയോഗം, പ്രത്യേകിച്ച് ഇപ്പം ഞാൻ എറണാകുളത്ത് നിന്നാണ് ഇത് സംസാരിക്കുന്നത്. എറണാകുളം പോലെയുള്ള ഒരു വ്യവസായ പട്ടണ നഗരത്തിൽ, കൊച്ചു പോലെയുള്ള ഈ സ്ഥലത്തൊക്കെ ഇങ്ങനെയുള്ള ഇതിൻ്റെയൊക്കെ ഉപയോഗങ്ങൾ ഒരുപാട് കണ്ട് വർദ്ധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞ ഇതാണ്, ഇവിടെയുള്ള ആളുകളല്ല കൂടുതലും ഇവിടെ ജോലി സംബന്ധമായും ഹോസ്റ്റലും അല്ലെങ്കിൽ ബിസിനസ്സിനൊക്കെ ആയിട്ട് വന്ന് താമസിക്കുന്നവരും വന്നു പോകുന്നവരുടെ ഇടയിലാണ് കൂടുതലായിട്ട്. ആരും കാണുന്നില്ല, അറിയുന്നില്ല, അല്ലെങ്കിൽ വീട്ടുകാർ എൻ്റെ അടുത്തുനിന്ന് ദൂരെയല്ലേ. ആണും പെണ്ണും വ്യത്യാസമില്ലാതെ സ്ത്രീകളുടെ ഇടയിൽ ഒത്തിരി ഉണ്ട് ഇങ്ങനെയുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട് പല കേസുകളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെയൊക്കെ ഉപയോഗങ്ങൾ, ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗം വീട്ടുകാരടുത്തില്ല, അല്ലെങ്കിൽ ഇവിടെ താമസിക്കുന്ന ആരും അറിയില്ല. ആദ്യം കുറച്ച് നാളൊക്കെ മര്യാദക്ക് ജീവിക്കും, പിന്നെ സുഖം തേടിയുള്ള പാച്ചിലിലാണ്. പലരും പറയുന്ന ഇതാ സുഖം തേടി പോയതാണ്, പക്ഷേ ഇപ്പോൾ അസുഖമായി മാറി. കാരണം അതിൽ നിന്ന് നീന്തി കയറാൻ പറ്റുന്നില്ല. ഇതുകൊണ്ടൊന്നും ഇതൊരിക്കലും പരീക്ഷണത്തിന് പോലും പോകണ്ട. ഒരിക്കൽ ഇറങ്ങിയ ഇപ്പോൾ മദ്യപാനത്തിൻ്റെ ഉപയോഗം മൂലം THIQUE തിക്ക് എന്ന് പറഞ്ഞ ഹോർമോണിൻ്റെ ഉൽപ്പാദനം നിലക്കും. അപ്പോൾ ഒരു തവണ മദ്യം ഉപയോഗിക്കുമ്പോൾ സംഭവിക്കുന്ന ഇതാണ്. ചിലരൊക്കെ വീമ്പിളൊക്കെ ഒന്ന് കേട്ടിട്ടുണ്ട്, എനിക്ക് വേണ്ടെന്ന് വെച്ചാൽ വേണം, വേണമെന്ന് വെച്ചാൽ വേണം. 1000-ൽ ഒരാൾക്കോ 1000-ൽ കൂടി വന്ന ഒരു 10 ആൾക്കോ അസാധ്യമാണ്. ചിലപ്പോൾ അങ്ങനെ സാധിച്ചെന്നിരിക്കും. വലിയ അഹങ്കാരമൊന്നും പറയണ്ട. അങ്ങനെ ഇരുന്ന പലരും അവരുടെ മഹാകഷ്ടമായ അവസ്ഥയിൽ അവസാനം സ്വന്തം വീട്ടിൽ ഒറ്റക്ക് മരിച്ച് കിടന്ന വീട്ടുകാരവിടെ നിന്ന് എത്ര നാളെന്ന് വെച്ചാൽ ക്ഷമിക്കുന്നത്, ഭാര്യ മക്കളൊക്കെ വേറെ പോയി. അപ്പോൾ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ്, പിടിച്ചു നിൽക്കാൻ പറ്റാത്തത് കൊണ്ടാണ് വാടക വീടെടുത്ത് പോയി. പക്ഷേ സ്വന്തം വീട്ടിൽ കുടിച്ച് മരിച്ച് കിടന്ന അവസാനം കൂടെയുള്ളവർ ബന്ധുക്കൾ പോലും അടുത്തില്ലാതെ അവിടെ പോലീസിനെ വരുത്തി വാലൊക്കെ തുറന്നു കഴിഞ്ഞപ്പോൾ ആളെ കാണുമ്പോഴാണ് അവിടെ ഉറുമ്പരിച്ച് കിടക്കുന്ന കാഴ്ച കാണാനായിട്ട് ഇടയായത്. ഇനി ഈ ലഹരിയൊക്കെ ഉപയോഗിക്കുന്നവർ ശരിക്കും സ്വാർത്ഥരാണ്. കാരണം ആർക്കെന്ത് സംഭവിച്ചാലും വേണ്ടില്ല, എനിക്ക് സൂഹിക്കണം, എനിക്ക് തിന്നണം, എനിക്ക് കുടിക്കണം എന്ന് കുടുംബത്തിനും ജീവിത പങ്കാളിക്കും മക്കൾക്കും ഉള്ളതെല്ലാം സ്വന്തമായിട്ട് നശിപ്പിച്ച് സ്വന്തം സുഖത്തിന് വേണ്ടി ഉപയോഗിക്കുന്നവർ. അതുകൊണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലുമൊക്കെ ഇതൊന്ന് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ കൃതാർത്ഥനായി. കാരണം ഇതുകൊണ്ട് ആരും ഒന്നും നേടിയിട്ടില്ല. മദ്യം ആർക്കും മേടിച്ചു കൊടുത്ത് ആരും നന്നായിട്ടുമില്ല. മദ്യം കുടിച്ച് ആർക്കും ബുദ്ധിയും പ്രകാശിച്ചിട്ടില്ല, ഒരു കണ്ടുപിടുത്തവും നടത്തിയിട്ടില്ല. ഉള്ളത് മുഴുവൻ പോയ ചരിത്രം എത്ര വേണം പറഞ്ഞു തരാം. ഇനി ലോൺ എടുത്തായാലും ബ്ലേഡ് പലിശക്കായാലും ലഹരിയുടെ കാര്യത്തിൽ പലർക്കും ഒരു വിട്ടുവീഴ്ചയും ഇല്ല. സ്ത്രീകളും കുട്ടികളും അടക്കം ഇതിന് അടിമയായി തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇതൊരു രഹസ്യമാണെങ്കിലും അരമന രഹസ്യം അങ്ങാടിപ്പാട്ടെന്ന് പറഞ്ഞ പോലെ ഇന്ന് ആയിത്തീരുന്ന അവസ്ഥ. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യനെ കളവ് കേസിൽ പിടിച്ചു കഴിഞ്ഞപ്പോൾ ഒട്ടനവധി കേസുകൾ തെളിയിക്കാൻ പോലീസിന് സാധിച്ചു. പക്ഷേ അതിൻ്റെ യഥാർത്ഥ വില എൻ്റെ അടുത്ത് കൊണ്ടുവന്നതാണ്. അവിടെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വന്നപ്പോൾ എൻ്റെ അടുത്ത് കൊണ്ടുവന്നൊരു കേസാണ്. അപ്പോൾ യഥാർത്ഥ വില്ലൻ ആരാണ്? അപ്പൻ ഒരു നുറുനടപ്പുകാരനാണ്, ലഹരിക്കടിപ്പെട്ട, കുഴിച്ചിട്ട് വന്ന് ലഹരികൾ ഉപയോഗിച്ചിട്ട് എന്തൊക്കെ ഉപയോഗിക്കുമെന്ന് അറിയില്ല, മൊത്തം ലഹരിയാണ്. ഭാര്യനെയും മക്കളെ ഉപദ്രവിക്കുന്ന, കുടുംബത്തെ വാടക അടക്കുന്നത്, കുടുംബം നോക്കുന്ന ഉത്തരവാദിത്തമില്ലാത്ത അപ്പൻ. മകനും അവർ പോലും അറിയാതെ അവസാനം ഈ മനുഷ്യൻ എൻ്റെ മുമ്പിൽ വന്നു നിന്ന് കണ്ണീരൊഴുക്കിക്കൊണ്ട് ഇരുന്നവർക്കാണ്. ഇയാൾ ഇങ്ങനത്തെ കാര്യത്തിനൊന്നും പോയിട്ടില്ല. ഒരുപാട് കളവ് കേസുകൾ ഇവനിലൂടെ പോലീസ് മൊബൈൽ ഫോൺ കണ്ടെടുത്തതും, വണ്ടി കട്ടെടുത്തിട്ട് 9ൽ പഠിക്കുന്നവനാണ്, കട്ടെടുത്തിട്ട് പെട്രോൾ തീരുമ്പോൾ എവിടെയെങ്കിലും ഇട്ടിട്ട് പോകും. ഇനി 9ാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ അവന് പറ്റിയ ലെവലല്ല പെൺപിള്ളേരെയുമായിട്ടുള്ള കറക്കങ്ങളും അങ്ങനെയുള്ള പല ക്രമക്കേടുകളും, ഒരുപാട് മൊബൈൽ ഫോൺ തന്നെ കട്ടെടുത്ത കേസുകൾ പിടിക്കപ്പെട്ടതോർക്കുക. ഇതിൻ്റെ എല്ലാം യഥാർത്ഥ വില്ലൻ സ്നേഹമില്ലാത്ത, അല്ലെങ്കിൽ ഇമ്പമില്ലാത്ത കുടുംബത്തിൽ നിന്നുണ്ടായത്. അപ്പോൾ ഇന്ന് കുട്ടികൾ പോലും എല്ലാവർക്കും തിരക്കാണ്. അപ്പോൾ തിരക്ക് പിടിച്ച ഓട്ടം, അപ്പനോട്ടം, അമ്മ ഓട്ടം, എല്ലാവർക്കും തിരക്കും ജോലിയാണ്. പക്ഷേ പരസ്പരം സ്നേഹവും ബഹുമാനവും അംഗീകാരവും ഇല്ലാതെ വരുമ്പോൾ സുഖം തേടിയുള്ള അലച്ചിലാണ്
പലരും പരക്കം പാഞ്ഞ് ഇങ്ങനെയുള്ള കെണികളിൽ പെട്ട് കഴിഞ്ഞാൽ അവസാനം തിരിച്ചു പോലും കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് നമ്മുടെ രാജ്യം ജനസംഖ്യയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ്. യുവജനങ്ങളുടെ സമ്പത്ത്, യുവജനങ്ങളെ കൊണ്ട് നിറഞ്ഞ ഒരു നാടാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പൊട്ടൻഷ്യലാണ്. നല്ല രീതിയിലോട്ട് തിരിച്ചു വിട്ടാൽ, ഉപയോഗിച്ചാൽ എത്ര നല്ലതായിരിക്കും. അതിനു പകരം ഈ ശത്രുവിൻ്റെ ആ കൂരമ്പുകൾ ഇന്ന് പലതരത്തിൽ ലഹരി വസ്തുക്കൾ പല രൂപത്തിൽ നമ്മുടെ നാട്ടിലേക്ക് എത്തിച്ചേരുമ്പോൾ മദ്യഷാപ്പ് നിർത്തുകയോ ലഹരി കച്ചവടം നിർത്തുകയോ അല്ല, നമ്മളത് വേണ്ട, എനിക്കിതുകൊണ്ടൊന്നും കിട്ടാനില്ല എന്ന് തീരുമാനം എടുത്താൽ സർക്കാരിനെതിരെയോ അല്ലെങ്കിൽ വിൽപ്പനക്കെതിരെയോ കൂക്ക് വിളിച്ച് നടക്കേണ്ട ആവശ്യമില്ല. ഇതുകൊണ്ട് എൻ്റെ കുടുംബം നശിക്കുന്ന, എൻ്റെ ജീവിതം നശിക്കുന്ന, ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമായ എൻ്റെ ശരീരം നശിപ്പിക്കുന്ന ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞ പോലെ വലിയ തിന്മയാണ് ലഹരിയുടെ വിൽപ്പനയും ലഹരിയുടെ ഉപയോഗവും. കാരണം അത് സ്വന്തം ജീവനും ജീവിതത്തിനും ദൈവം തന്ന ജീവനെതിരായ വലിയൊരു തിന്മയാണ്. ഒന്നുകിൽ ഇഞ്ചിൻ ചാട്ട് മരിക്കും, അല്ലെങ്കിൽ ഒറ്റയടിക്ക് മരിക്കും. എൻ്റെ അപ്പനൊക്കെ പറഞ്ഞ് കേൾക്കുമായിരുന്നു, പക്ഷേ ഞാൻ ആരും ഭാരപ്പെടുത്താൻ കിടത്തൂലെന്ന്. പക്ഷേ ദൈവത്തിലേക്ക് മാനസാന്തത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഒരുപാട് നാൾ അനുഭവിച്ച രോഗത്തിനും വേദനകൾക്കും കയ്യും കണക്കുമില്ല. ഇപ്പം തന്നെ പോകുമെന്നാണ് പറഞ്ഞിരുന്നത്. ആത്മഹത്യ ചെയ്യാൻ നോക്കിയിട്ട് പോലും പരാജയപ്പെട്ട പല അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഒരു വ്യക്തിയുടെ മദ്യപാനം മൂലം തലമുറകൾക്ക് വരെ ദോഷങ്ങൾ ഏൽക്കേണ്ടി വരുമെന്ന് ഇന്ന് വൈദ്യശാസ്ത്രം സംശയാതീതമായിട്ട് തെളിയിച്ചിട്ടുണ്ട്. എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? നമ്മുടെ മക്കളായി പോയതോ അല്ലെങ്കിൽ പേരക്കുഞ്ഞുങ്ങളായി പോയതാണോ അവർ ചെയ്യുന്ന തെറ്റ്? ആന്തരിക രോഗങ്ങൾ, കണ്ണിൽ നിന്ന് വെള്ളം വരിക, കിഡ്നി, ഹാർട്ട് കംപ്ലൈൻറ്റ്, പഠന വൈകല്യങ്ങൾ, പെരുമാറ്റ ദൂഷ്യങ്ങൾ, ഇതിൻ്റെ എല്ലാം ഹിസ്റ്ററി പരിശോധിച്ച് വരുമ്പോൾ ചിലപ്പോൾ അടുത്ത തലമുറയിലേക്ക്, അതിൻ്റെ അപ്പുറത്തെ തലമുറയിലേക്കൊക്കെ എത്തി നിൽക്കും. ഏതെങ്കിലും മദ്യപാനിയുടെ, ദുർനടപ്പുകാരൻ്റെ, ലഹരിയുടെയോ അടിമത്തം പാരമ്പര്യത്തിലുണ്ടായത് മൂലം കടന്നു വന്ന അവസ്ഥ. അപ്പോൾ ഇങ്ങനെ ഒത്തിരി കുടുംബങ്ങൾ തകരുന്നുണ്ട്. ശാരീരികവും മാനസികവുമായ സാമൂഹികവുമായ ഒത്തിരി ദോഷഫലങ്ങൾ ഇവ മൂലം കുടുംബത്തിലും സഭയിലും സമൂഹത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതുകൊണ്ട് നമുക്ക് ആർക്കും ഒന്നും കിട്ടാനില്ല. പ്രഭാഷകൻ 21:2 പറയുന്നുണ്ട്, സർപ്പത്തിൽ നിന്നെന്ന പോലെ പാപത്തിൽ നിന്ന് ഓടി അകലുവിൻ. അതുകൊണ്ട് മദ്യപാനം, ഒരു ലഹരിയുടെ ഉപയോഗം ഒരു പാപമാണ്. ഏത് തരം ലഹരി വസ്തുക്കളായാലും. ഇവിടെ ഒരു അമ്മ വന്ന് പറഞ്ഞതാ, എൻ്റെ മകനും ഭാര്യയും അവർ രണ്ടുപേരും കാറ്റഗറിസം ടീച്ചർമാരായിരുന്നു, സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ്, ഭയങ്കര ഇതൊക്കെ ആയിരുന്നു. പക്ഷേ ഈ ഇടയായിട്ട് അവളുടെ വീട്ടിൽ പോയി കൊച്ചിനെയും കൊണ്ടുപോയി പിന്നെ ഒരിക്കലും വരുന്നില്ല. അവൻ ജോലിക്കും പോകുന്നില്ല, അവൾ കാരണമെന്ന്. ഞാൻ പറഞ്ഞു, പല സ്വഭാവ ബുദ്ധിമുട്ടുകളും ഈ മകനിൽ നിന്ന് അനുഭവിച്ചത് അമ്മ ഇങ്ങനെ മോനെ പൊക്കിക്കൊണ്ടിരിക്കുക, അവളാണ് ഇതിനെല്ലാം കാരണം. ഞാൻ പറഞ്ഞു, അവൻ വല്ല എന്തോ ലഹരി വസ്തു ഉപയോഗിക്കുക. രണ്ടുപേരും കാറ്റഗറിസം ടീച്ചർമാരായിരുന്നു. അത് ശരി. പക്ഷേ ഇപ്പം അവൻ്റെ സ്വഭാവത്തിൽ അവളോടും ഇവരോടും എല്ലാം മാറ്റം. അവൾ ശരിയല്ലാഞ്ഞിട്ടാണ് ഞങ്ങളുടെ മോൻ ഇങ്ങനെ ആയിപ്പോയെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞു, ഇനി ഒന്ന് ശ്രദ്ധിച്ചോ, വീട്ടിലത്തെ ഫ്ലഷ് ടാങ്ക് അല്ലെങ്കിൽ അവൻ്റെ ചെരുപ്പിൻ്റെ ഷൂസിൻ്റെ അകത്ത് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോ, എന്തെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ട്. പോകുമ്പോഴൊരു കൂട്ടുകാരിയോട് പറഞ്ഞേടി നീ ആ ഷൂസിൻ്റെ സോളൊന്ന്, ഇങ്ങനെ ഒരു ബ്രദർ ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞപ്പം അവൻ്റെ ഷൂസ് ഇടുന്ന സ്വഭാവമുണ്ട്, അതൊന്ന് പൊക്കി നോക്കാൻ പറഞ്ഞു. അപ്പോഴാണ് അതിൻ്റെ അടിയിൽ നിന്നാണ് കഞ്ചാവിൻ്റെ പാക്കറ്റ് കിട്ടിയത്. ഇവൻ പുറത്തൊന്നും പോകില്ല, ദൂരമൊന്നും പോകില്ല, വീടിൻ്റെ അടുത്ത് എവിടെയോ പോകണമെന്നും പറഞ്ഞ് ഇങ്ങനെ പോകും. ഭയങ്കര ദേഷ്യവും അരിശവും ചാട്ടവുമാണ്. അന്നാണ് യഥാർത്ഥ വില്ലനെ കണ്ടുപിടിച്ചത്. നല്ല ഒരു ചെറുക്കൻ, മാതാധ്യാപകനൊക്കെ രണ്ടുപേരും ആയിരുന്നത് കൊണ്ട് വേറെ ഒന്നും സംശയിച്ചിട്ട് പോലും ഇല്ല. യഥാർത്ഥ വില്ലൻ ഇതാണ്. ഒരു കേന്ദ്രമന്ത്രി വർഷങ്ങൾക്ക് മുമ്പ് വെളിപ്പെടുത്തിയ കണക്കിൽ പറഞ്ഞ ഇതാണ്, 24,000 കോടി രൂപ മദ്യത്തിൻ്റെ നികുതി ഇനത്തിൽ ഗവൺമെൻറ്റിന് ലഭിക്കുമ്പോൾ ഒരു വർഷം 25,000 കോടി രൂപ. ഇന്ന് ആ കണക്കൊക്കെ അതിൻ്റെ പല മടങ്ങാണ് കേട്ടോ. ഇത് 5-10 കൊല്ലം മുമ്പുള്ള കണക്കാണ് ഞാനീ പറയുന്നത്. 24,000 കോടി രൂപ മദ്യത്തിൻ്റെ നികുതി ഇനത്തിൽ ഗവൺമെൻറ്റിന് ലഭിക്കുമ്പോൾ ഒരു വർഷം 25,000 കോടി രൂപ ഇതുമൂലം ജനത്തിനുണ്ടാകുന്ന കെടുതികൾക്ക് വേണ്ടി
ചിലവാകുന്നുണ്ട്. ഇതിനു പുറമെ എത്രയോ കുടുംബങ്ങൾ തകരുന്നുണ്ട്, ആത്മഹത്യകൾ നടക്കുന്നുണ്ട്. ഇത് കഴിച്ചവർ ആത്മഹത്യ ചെയ്യുന്ന കാര്യമല്ല, അവരുടെ പൊറുതിദോഷക്കേട് കൊണ്ട് കുടുംബത്തിലുള്ളവർ പിടിച്ചു നിൽക്കാൻ പറ്റാതെ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ലെങ്കിലും ചിലരങ്ങനെ ശുദ്ധമണ്ടത്തരങ്ങൾ കാണിക്കുന്നവരുണ്ട്. വേറെ ഇതെല്ലാം മാറ്റിയെടുക്കാൻ ഇന്ന് ഗവൺമെൻറ്, എക്സൈസ് വകുപ്പായാലും സർക്കാരും കൈകോർക്കുന്ന വിമുക്തി അങ്ങനെയൊക്കെയുള്ള ഒത്തിരി പരിഹാര മാർഗങ്ങളും അല്ലെങ്കിൽ ഈ ഇങ്ങനെയുള്ള ലഹരിയുടെ വിൽപ്പനയും ഉപയോഗം എല്ലാം അറിയിക്കാനും അതിന് ഗവൺമെൻറ്റിൻ്റെയും എക്സൈസ് വകുപ്പിൻ്റെയും പോലീസിൻ്റെയൊക്കെ ഇടപെടലുകൾ ലഭിക്കുന്ന പല ടോൾ ഫ്രീ നമ്പറുകളും അല്ലെങ്കിൽ പല സഹായങ്ങളും ഇന്ന് ലഭ്യമാണ്. പലരും പേടിച്ചിട്ട് പുറത്തറിയിക്കുകയില്ല, ഒതുക്കി കൂട്ടി അവസാനം സ്വയം നാശത്തിലേക്ക് പോകുന്ന അവസ്ഥ. ഇതുകൊണ്ട് ആരുടെയും ലഹരി ഉപയോഗമൊന്നും മാറിയതായിട്ട് കാണാം. ആരും ചത്തതുകൊണ്ടോ മരിച്ചതുകൊണ്ടോ പാഠം പഠിക്കുമെന്ന് പറഞ്ഞതുകൊണ്ടോ. കാരണം മദ്യപാനി അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന വ്യക്തി ഒരു രോഗിയാണ്. ഒരാൾ ക്യാൻസർ രോഗി ആയതുകൊണ്ട് മറ്റേ ആൾ ആത്മഹത്യ ചെയ്തുകൊണ്ട് ക്യാൻസർ രോഗം മാറും. അതിന് അതിൻ്റേതായ ഇന്ന് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ഇതുപോലെ തന്നെയാണ് മദ്യം, മയക്കുമരുന്ന്, ലഹരി, കഞ്ചാവ്, MDMA, രാസലഹരി ഇതെല്ലാം ഉപയോഗിക്കുന്നവരെ കണ്ട് വീട്ടിലുള്ളവർ ഒഴിഞ്ഞു മാറിയത് കൊണ്ടോ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തത് കൊണ്ടോ ഉപേക്ഷിച്ച് കളഞ്ഞുകൊണ്ടോ രക്ഷയില്ല. നമ്മൾ മനസ്സ് വിചാരിച്ചില്ലെങ്കിൽ അത് മാർക്കോസ് 9:29 പറയുന്നുണ്ട്, പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ട് ഈ വർഗം പുറത്തു പോകുകയില്ല. ഇനി പ്രാർത്ഥിച്ചു മാത്രം ഇരുന്നാൽ മതി. പ്രാർത്ഥന എല്ലാ കാര്യത്തിലും എല്ലാ അളവിലും നല്ലത് തന്നെയാണ്. പ്രാർത്ഥനയും വേണം. ഈ അഡിക്ഷനിൽ നിന്ന് ഇന്ന് ഒത്തിരി ചികിത്സാ സംവിധാനങ്ങളും അല്ലെങ്കിൽ ഗവൺമെൻറ് സംബന്ധമായ പല ഇടപെടലുകളും സഹായങ്ങളും ബോധവൽക്കരണങ്ങളും അന്വേഷണങ്ങളും എല്ലാം ഇന്ന് ശക്തമായിട്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവരെ പേടിച്ച് ഒളിച്ചിരുന്നിട്ട് ഒരു കാര്യവുമില്ല. മദ്യത്തിലായാലും പുകയിലയിലായാലും ഇഞ്ചൂറിയസ് ടു ഹെൽത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. തേളിൻ്റെയും ക്രൂരജീവിയുടെയൊക്കെ പടങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അത് ഇവർക്ക് ഒരു ആഡംബരം പോലെ, കാരണം അഡിക്ഷനായിപ്പോയി, അടിമത്തമായിപ്പോയി. അപ്പോൾ ഈ വീണ്ടും വീണ്ടും ഉപയോഗിക്കണം എന്നുള്ള ആ പ്രേരണ മാറ്റി ഒരു പുതിയ മനുഷ്യനാകാൻ നമുക്ക് ഇവരെ കരങ്ങൾ കോർത്ത് പിടിക്കാം, ഉപേക്ഷിച്ച് കളയാതിരിക്കാം. അല്ലെങ്കിൽ എൻ്റെ തലവിധിയാണെന്ന് പറഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. 1 കൊരിന്ത്യർ 3:16 പറയുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ. അപ്പോൾ ഇത് കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ആരെങ്കിലും ഒരാളെങ്കിലും ഒരു തീരുമാനം എടുത്താൽ ഞാൻ കൃതാർത്ഥനായി. ഇതുകൊണ്ടൊന്നും ആരും ഒന്നും നേടിയിട്ടില്ല. എൻ്റെ അപ്പച്ചൻ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യമാണ്. കാരണം എനിക്ക് 1 വയസ്സോ വല്ലതൊക്കെ ഉണ്ടായപ്പോഴായിരിക്കും എൻ്റെ അപ്പാപ്പൻ മരിച്ചത്. പുകവലിയുടെ ഉപയോഗം മൂലം നിക്കോട്ടിൻ അടിഞ്ഞിട്ട് വന്ന മുറിവ് പൊറുക്കാതെ 2-3 തവണ മുറിച്ച് കളഞ്ഞ് അവസാനം ഒരു വശം തളന്നൊക്കെ കിടന്ന കുത്തിപ്പിടിച്ച് നടന്ന് പിന്നെ ഒരു വശം തളന്ന്. ഇങ്ങനത്തെ പല കേസുകളും ഞങ്ങളുടെ അടുത്ത് പലരും വരാറുണ്ട്, പറയാറുണ്ട്, വിളിക്കാറുണ്ട്. അതുകൊണ്ട് ഇതുകൊണ്ടൊന്നും, നാവ് മുറിച്ച് കളഞ്ഞ കേസ് പ്രാർത്ഥിക്കാൻ പോയത് ഓർക്കണേ, ലങ്സിൽ ക്യാൻസർ പിടിച്ച കേസ്, മലദ്വാരത്തിൽ ക്യാൻസർ പിടിച്ച കേസ്, ശബ്ദം പോയിട്ട് വന്ന കേസ്, പ്രാർത്ഥിക്കാൻ വേണ്ടി വന്ന കേസാണ്. അപ്പോൾ ഡോക്ടർമാർ മുഖത്ത് നോക്കി കാര്യങ്ങൾ പറഞ്ഞാലും സഹതാപം അല്ലാതെ ആർക്കും ഒന്നും കാണിക്കാൻ പറ്റാത്ത അവസ്ഥ. വർഷങ്ങൾക്ക് മുമ്പുള്ള ഇതിൻ്റെ ഉപയോഗം, അല്ലെങ്കിൽ പണ്ട് ഉപയോഗിക്കായിരുന്നു, നിർത്തിക്കളഞ്ഞു എന്ന് പറയും. അപ്പോൾ ദൈവത്തിൻ്റെ അളവറ്റ കരുണ, നല്ലോണം മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിക്കുകയും, നമുക്കിപ്പോൾ രോഗം വരാതിരിക്കാൻ എന്ത് വേണം? ഇമ്മ്യൂണിറ്റി പവർ വേണം. അതുപോലെ പ്രാർത്ഥനയും മോട്ടിവേഷനുകളും ആക്ടിവേഷനുകളും സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളും എല്ലാം കൂടെ ചേർത്ത് പോയാൽ ഇതിലൊക്കെ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കും. ഇല്ലെങ്കിൽ ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞാലും ഒരിക്കൽ ഉപയോഗിച്ചവരും മറ്റുള്ളവരെക്കാൾ കൂടുതലായിട്ട് ഇങ്ങനെയുള്ള കാര്യത്തിൽ വീണു പോകാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അല്ലെങ്കിൽ ആരും അറിയാതെയും പറയാതെയും ഒളിച്ചും പാത്തും ഈ കള്ള സുഖങ്ങൾ തേടി പോകുന്ന അവസ്ഥ. അവസാനം ഒരാൾ എന്നോട് പറഞ്ഞതാ, ബ്രദറെ സുഖമൊന്നുമില്ല, ഒരു സുഖമില്ല. ആദ്യം സുഖവും രസമൊക്കെ ആയിരുന്നു, പിന്നെ ഇത് ഒന്നും മാറ്റാനോ നിർത്താനോ പറ്റുന്നില്ല. ഓരോ ദിവസവും വിചാരിക്കും, കാരണം അടിമയാക്കി മാറ്റി, അടിമത്തമായി പോയി. ഞങ്ങൾ എത്ര കണ്ട് ആഗ്രഹിക്കുന്നുണ്ടെന്നറിയാമോ? പക്ഷേ ഞങ്ങൾക്ക് പറ്റണില്ല. സാറേ, നിങ്ങളെപ്പോലെയുള്ളവർ പോലും കൂടി ഞങ്ങളെ ഉപേക്ഷിക്കരുത്. ഞങ്ങളെപ്പോലെയുള്ളവരെ കുറിച്ച് കണ്ട ഇടപെടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം കേട്ടാ, വിട്ട് കളയരുത്. ചിലപ്പോൾ ചിലരൊക്കെ ചീത്തയൊക്കെ വിളിച്ചിട്ടുണ്ട് നമ്മളെയൊക്കെ, ഇങ്ങനെ അവരന്വേഷിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ ഈ കാര്യം മാത്രം പറയാതിരുന്നാൽ മതി എന്നും പറഞ്ഞിട്ട്. പക്ഷേ ചിലരൊക്കെ ഇതുപോലെ കൊണ്ടുപോയി അഡിക്ഷനിൽ, ചിലരെ ധ്യാനങ്ങൾ വഴി. എൻ്റെ അപ്പനൊക്കെ ധ്യാനം കൂടി ഒറ്റ ധ്യാനം കൊണ്ട് നന്നായി. രക്ഷപ്പെടാനുള്ളവരാണെങ്കിൽ ഇങ്ങനെ പല വഴികളും ഇന്നുണ്ട്. പക്ഷേ അതിന് ഷൈജു ബ്രദർ വിളിച്ചുകൊണ്ടോ കൊണ്ടുവന്നവർ വിചാരിച്ചിട്ടോ കാര്യമില്ല. വരുന്ന വ്യക്തി എനിക്ക് രക്ഷപ്പെടണം, ഈ ജീവിത
ആകുന്ന ലഹരി എനിക്ക് അനുഭവിച്ചറിയണം, എനിക്ക് തിരിച്ചു വരണം, എന്നെ പ്രതി ഇവരൊന്നും അറിയിക്കരുത്, എൻ്റെ സ്വാർത്ഥത മാറണം, എനിക്കൊരു പുതിയ മനുഷ്യനാകണം, ഇതുപോലെ വിഷമിക്കുന്ന അനേകരെ രക്ഷപ്പെടുത്തണം. അങ്ങനെ ഒരു തീരുമാനമൊക്കെ എടുക്കണം. ഞങ്ങളുടെ ഈ വീട്ടിൽ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന ഇവിടെ ഗുഡ്നസ് ടി വിക്കാർ വന്ന് ഇതുപോലെ ഞങ്ങൾ പലരെയും ഒരു ദൈവാനുഭവം, ഒരു സ്പിരിച്വലായിട്ടും മെൻ്റലി സപ്പോർട്ടൊക്കെ ചെയ്ത് ലഹരി ഉപേക്ഷിച്ച വ്യക്തികളുണ്ട്. അവരെയൊക്കെ വിളിച്ച് വരുത്തിയപ്പോൾ മറ്റുള്ളവർക്ക് മോട്ടിവേഷനാകാൻ വേണ്ടി ഇവിടെ വന്ന് അവർ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്ത് വീഡിയോ ഒക്കെ പിടിച്ചു പോയതും ഇത്രയും നാൾ പിടിച്ചു തന്നതും ഇവിടെ വന്ന അവസ്ഥകളും മാറിയപ്പോൾ ഉണ്ടായ ദൈവം കൊടുത്ത അനുഗ്രഹങ്ങളും ജീവിതത്തിൽ കിട്ടുന്ന സമാധാനം അതെല്ലാം പങ്കുവെച്ചത് ഓർക്കുകയാണ്. ഇതിനകം ആയിരം വ്യക്തികളെയും കുടുംബങ്ങളെയും കഴിഞ്ഞ 36 വർഷമായിട്ട് ഇങ്ങനെയുള്ള ശുശ്രൂഷ മേഖലയിൽ ജീവിക്കുമ്പോൾ വെറുതെ പ്രസംഗിച്ചു പോകാൻ മാത്രമല്ല, ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന സഹകരിക്കുന്ന പല വ്യക്തികളെയും ഇത് ചിലരൊക്കെ ഇന്ന് വിദേശത്ത് ജോലിയെടുത്ത് കുടുംബം നോക്കിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. ഇനി വിദേശത്ത് മാത്രമല്ല, നാട്ടിൽ തന്നെ ആയാലും നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കുക എന്നുള്ള പല സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയങ്ങളിലും പല മേഖലയിലും പല പ്രവർത്തനങ്ങളിലും ആയിരിക്കുന്നവരുണ്ട്. കാരണം ഇതൊക്കെ ഉപേക്ഷിച്ചാൽ മാത്രം പോരാ, ഒന്ന് ആക്റ്റീവ് ആകണം. നെഗറ്റീവായിട്ട് പോയിരുന്ന സ്ഥലത്ത് പോസിറ്റീവായിട്ട് എന്തെങ്കിലും നല്ല കാര്യങ്ങളിലോട്ടൊക്കെ തിരികെയും പ്രവർത്തിക്കുകയും ചെയ്താൽ മാത്രമേ ഈ കിട്ടുന്ന ആ ചൈതന്യം അത് നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കൂ. അല്ലാതെ എൻ്റെ വലിപ്പം കൊണ്ട് എൻ്റെ ഗുണം കൊണ്ട് എനിക്ക് മാറ്റാൻ പറ്റും അല്ലെങ്കിൽ ഞാൻ നിൽക്കുമെന്ന് വിചാരിച്ചാൽ വീണ്ടും പഴയ ചങ്കരം പിന്നെയും തെങ്ങയിലെന്ന് പറഞ്ഞ പോലെ അവസ്ഥയായിപ്പോവും. അതുകൊണ്ട് ഈ ലഹരികൾ ഉപയോഗിക്കുന്നവരെ കൈകാര്യം ചെയ്യുന്ന വീട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് അങ്ങേയറ്റം ക്ഷമയും സഹിഷ്ണുതയും പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ മാത്രമേ, അവരെ വെറുത്തിട്ട് കാര്യമില്ല. ഒരു രോഗീനെ ആരെങ്കിലും വെറുക്കുമോ? അതുപോലെ രോഗവുമാണ് ഒരു പൈശാചിക ബന്ധനം, ഒരു അടിമത്തം എല്ലാം കൂടെയാണ്. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ ചികിത്സയെങ്കിൽ ചികിത്സ, പ്രാർത്ഥനയെങ്കിൽ പ്രാർത്ഥന, സഹിഷ്ണുത, ക്ഷമ എല്ലാം കൂടെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ അവരും നന്നാവും, നമുക്കും നന്നാവും. അങ്ങനെ കുടുംബ സ്വർഗമായി മാറും. സമൂഹത്തിലും സഭയിലും കുടുംബത്തിലും അനേകർക്ക് അത് പ്രചോദനമായി മാറും. ഇതിന് ജാതിയും മതമൊന്നുമില്ല. നല്ലൊരു മനുഷ്യനാവുക എന്നുള്ളതാണ് സർവപ്രധാനമായ കാര്യം. പ്രഭാഷകൻ 19:1 പറയുന്നുണ്ട്, അല്പകാര്യങ്ങൾ അവഗണിക്കുന്നവൻ അല്പമായിട്ട് നശിക്കും. മദ്യപനായ തൊഴിലാളി ഒരിക്കലും ധനവാനാകുകയില്ല. ഇന്ന് മദ്യം കൊണ്ട് മാത്രം നിൽക്കുന്നതല്ല, അതിൻ്റെ അപ്പുറമുള്ള ഒരുപാട് പേരുകളും ഒരുപാട് സാധനങ്ങൾ ലഹരി വസ്തുക്കളായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് അതെല്ലാം തിരിച്ചറിഞ്ഞ് വിവേകത്തോടെ ജീവിക്കുക, ഒരു നല്ല മനുഷ്യനാകുക, ഒരു പുതിയ മനുഷ്യനാകുക. ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങളിൽ പരസ്പരം നമുക്ക് കരങ്ങൾ കോർക്കാം, പങ്കുകാരാകാം. അങ്ങനെയുള്ള കുടുംബങ്ങളെയും വ്യക്തികളെയും പുനരുദ്ധരിക്കാൻ വേണ്ട ബോധവൽക്കരണങ്ങളും ശ്രമങ്ങളും പ്രാർത്ഥനകളും എല്ലാം നടത്താം. അങ്ങനെ നമുക്ക് ഒറ്റക്കെട്ടാകാം. അതോടൊപ്പം തന്നെ ഇതിൽ നിന്ന് വിടുതൽ കിട്ടിയവർ സ്നേഹവും സന്തോഷമുള്ള കുടുംബാന്തരീക്ഷം മാത്രം പോരാ, ആഴ്ചയിലൊരിക്കലോ മാസത്തിലൊരിക്കലോ ഒരു കൂട്ടായ്മയായിട്ടൊക്കെ ബന്ധപ്പെട്ടില്ലെങ്കിൽ വന്നതിനേക്കാൾ സ്പീഡിൽ പല മടങ്ങായിട്ട് വീണു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമുക്ക് നമ്മുടെ പ്രാർത്ഥനാ കൂട്ടായ്മയുണ്ട്. മാസത്തിൽ 2 തവണ YMCAയിൽ 1 മണി മുതൽ 4 മണി വരെ എല്ലാ 2-ാം ശനിയാഴ്ചയും 4-ാം ശനിയാഴ്ചയും. അപ്പോൾ ഇതുപോലെ പിടിച്ചു നിൽക്കാൻ ആഗ്രഹമുള്ളവർ ഇതിൽ നിന്നൊക്കെ വിട്ടുപോകുന്നവരൊക്കെ വന്ന് കൂടാറുണ്ട്. ഇപ്പോൾ മദ്യപാന ചികിത്സകൾ ചെയ്തവരായാലും അവർക്ക് ആൽക്കഹോളിസ് അനോണിമസ് എന്ന് പറഞ്ഞ AA കൂട്ടായ്മ ജനറൽ ആശുപത്രി പോലെയുള്ള സ്ഥലങ്ങളിലും മദ്യവിരുദ്ധ സമിതി പ്രവർത്തനങ്ങളിലൊക്കെ ഉണ്ട്. ഞാൻ എറണാകുളത്ത് മദ്യവിരുദ്ധ സമിതിയുടെ ഇതിൽ ആൽക്കഹോളിസ് അനോണിമസ് ആ കൂട്ടായ്മയിൽ പലതവണ ആലപ്പുഴ ജില്ലയിൽ പോയി പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടി ഒത്തുകൂടുമ്പോൾ ഒരു സന്തോഷം. പിന്നെ മദ്യപാനം നിർത്തിയതിൻ്റെ അല്ലെങ്കിൽ ലഹരി നിർത്തിയതിൻ്റെ രക്ഷപ്പെട്ടതിൻ്റെ ഇതിന് ബർത്ത്ഡേ ആഘോഷിക്കുന്നത് പോലെ 1 വർഷമായി 2 വർഷമായി എന്ന് പറഞ്ഞ് കേക്കൊക്കെ മുറിച്ച് സന്തോഷം പങ്കിടുന്നതൊക്കെ ഓർക്കുകയാണ്. ആരും മുൻവിധി നടത്തണ്ട. നന്നാകാനും നശിക്കാനും അധികം സമയം വേണ്ട. നന്നാകാൻ ഇത്തിരി പാടാ, നശിക്കാൻ അധികം സമയം വേണ്ട. പക്ഷേ ഏതാ നമുക്ക് നല്ലത്? ഈ ജീവിതത്തിനൊരു ലഹരി ഉണ്ടാകണം. നമ്മൾ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്കും ലഹരി ഉണ്ടാകണം. ഈ ജീവിതം ഹ്രസ്വമാണ്. എന്തോരം നാൾ ജീവിച്ചിരിക്കുന്നു നമുക്കറിയില്ല. നോക്കി നിൽക്കുന്ന നേരം കൊണ്ട് വെള്ളത്തിലെ കൊമള പോലെ മനുഷ്യർ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് ഇനിയുള്ള ജീവിതമെങ്കിലും മറ്റുള്ളവർക്ക് ഭാരമായി തീരാതെ, മറ്റുള്ളവർക്ക് ഒരു ആശ്വാസവും പ്രത്യാശയും കൊടുത്തുകൊണ്ട് നമുക്ക് നല്ല പരിശ്രമവും പ്രാർത്ഥനയും വഴി
നല്ല വ്യക്തികളായിട്ട് മുന്നേറാൻ സാധിക്കും. അതിനുള്ള അനുഗ്രഹം ദൈവം നിങ്ങൾക്ക് തരട്ടെ. ഇനി അപ്പനും അമ്മയും മാതൃക കൊടുക്കാത്ത ആ മക്കൾ ശരിയായി വന്നോളൂ എന്ന് വിചാരിച്ചാൽ നടക്കും. ഇവരെന്തിനാ ഇതെടുക്കണം ഇത് കൊടുക്കണമെന്ന് ചോദിക്കും. നിങ്ങൾ എന്ത് കാണിച്ചു കൊടുക്കുന്നോ മക്കൾ പകർത്തി എഴുതുന്ന പുസ്തകം ജീവിതം നിങ്ങളുടേത് മാത്രമായിരിക്കും. അല്ലാതെ നല്ല സ്കൂളിൽ പോയതുകൊണ്ടോ കോളേജിൽ പോയതുകൊണ്ടോ മാത്രം അവസാനിക്കുന്നില്ല. എത്ര പ്രൊഫഷണൽ ഡിഗ്രി എടുത്താലും മക്കൾ പകർത്തി എഴുതുന്ന ജീവിത കഥ അല്ലെങ്കിൽ ഒപ്പിയെടുക്കുന്നത് മാതാപിതാക്കളുടെ ജീവിതം, കുടുംബത്തിലെ അന്തരീക്ഷമായിരിക്കും. ഒരു വെറ്റില പച്ചയെടുത്ത് നീല മഷിയിലിട്ടാൽ ആ തണ്ട് ആ നീല നിറം വലിച്ചെടുക്കും. ചുമപ്പ് മഷിയിലിട്ടാൽ അത് ചുമപ്പ് നിറം വലിച്ചെടുക്കും. പച്ച മഷിയിലിട്ടാൽ അത് പച്ച കളറുള്ളതായിത്തീരും. ഇതുപോലെ തന്നെയാണ് കുടുംബാന്തരീക്ഷം എപ്പോഴും സമാധാനപൂർണവും സന്തോഷവും വിശുദ്ധി നിറഞ്ഞതും മാതൃകയുള്ളതും ആയിത്തീരണം. അതിന് ദൈവം ഇടയാക്കട്ടെ. ആരെയും കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. എല്ലാ മനുഷ്യനും അവരുടേതായ ആന്തരിക മുറിവുകളുണ്ട്. പരസ്പരം ചെളിവാരി എറിഞ്ഞുകൊണ്ടിരുന്നാൽ വാരി എറിയുന്നവനും ചെളി വീഴുന്നവനും നാറും. പക്ഷേ അതുകൊണ്ട് ഉദ്ദേശിച്ചതൊന്നും നേടാനില്ല. അതുകൊണ്ട് കുറ്റപ്പെടുത്തലുകളൊക്കെ അവസാനിച്ച് ഒരു ജീവിത നവീകരണത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഈ ജൂൺ 26 2025 ജൂൺ 26 ഓർമ്മ നമ്മുടെ ജീവിതത്തിൽ എന്നേക്കുള്ളൊരു ഓർമ്മയായി മാറട്ടെ. ചിലപ്പോൾ ഈ ലഹരികൾ ഉപയോഗിക്കുന്നവരല്ല, അവരുടെ കുടുംബാംഗങ്ങളോ ആരെങ്കിലും ആയിരിക്കും ഇത് കേൾക്കുന്നത്. പക്ഷേ ഈ വചനം അവരിൽ കൂടെ ഇങ്ങനെ തങ്ങി നിന്ന് അത് കുടുംബത്തിലേക്ക് അനുഗ്രഹ മഴയായി പെയ്തിറങ്ങി അത് ആ കുടുംബത്തിൽ ഇതിനടിപ്പെട്ട വ്യക്തികളോ മക്കളോ ഭർത്താവോ ഭാര്യയോ ഒക്കെ ഉണ്ടെങ്കിൽ അവരിൽ മാറ്റം ഉണ്ടാകട്ടെ. ഞാനിത് പറയുന്നത് ഇതുപോലത്തെ പല ആൾക്കാരും പിന്നീട് എൻ്റെ അടുത്ത് വരികയും പങ്കുവെക്കുകയും ഭർത്താവ് വന്നിട്ടേ ഇല്ല, അല്ലെങ്കിൽ ഭാര്യയാണ് വന്നത്, അല്ലെങ്കിൽ മക്കളാണ് വന്നത്, പക്ഷെ അവരിൽ കൂടെ നിങ്ങളുടെ കുടുംബം മാറുന്ന അവസ്ഥകളുണ്ടാവും. അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുക. ദൈവം എന്ന് പറഞ്ഞാൽ നിസ്സാരക്കാരനല്ല, ഈ പ്രപഞ്ചം മുഴുവൻ നിയന്ത്രിക്കുന്ന അനന്തമായ ശക്തിയാണ്. അപ്പോൾ ഒരു ചെറിയ സ്പാർക്ക് മതി, നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ വ്യക്തിത്വം മാറും. അതിനുവേണ്ടി ദൈവത്തോട് കരുണയ്ക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.